പിന്നോക്കമാണ്. അതുകൊണ്ട് ഞങ്ങളെ ആ പിരിവിൽ നിന്ന് ഒരു 10,000 ആക്കി, അല്ലെ, ഒട്ടനധികം 10,000 ആക്കി തരണം എന്ന് പറഞ്ഞു. അപ്പോഴാണ് സത്യത്തിൽ നേരത്തെ അഷറഫ് സൂചിപ്പിച്ചതുപോലെ ഞങ്ങളുടെയൊക്കെ അറിവിൽ പെരിന്തൽമണ്ണ വിട്ടാലുള്ള കച്ചവട കേന്ദ്രമായിരുന്നു താഴെ. അപ്പോൾ അത്താണിപ്പോടുന്നു പഴയ കാലവണ്ടിക്കാർ 40 വർഷം പിന്നിട്ട എന്താ മൊബൈൽ എന്താ പേര് അലിക്കാക്കറിയാം ആ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു കച്ചവടം. ഇനി ഒരു തലമുറയുടെ മാറ്റം. അപ്പൊ നിങ്ങളെ യൂണിറ്റിന്റെ പ്രസിഡന്റ് പ്രഖ്യാപിച്ചു അത്തരം 40 വർഷം 4 പതിറ്റാണ്ട് കച്ചവടം ചെയ്തവരെ ആദരിക്കുന്ന ഒരു ചടങ്ങ്, ഒരു സമ്മേളനം യൂണിറ്റിൽ അവർ നടത്താൻ തീരുമാനിച്ചു. ഭയങ്കര അങ്ങേയറ്റം സന്തോഷമാക്കുന്നത്. കാരണം 4 പതിറ്റാണ്ടെന്ന് പറഞ്ഞ ഒരുപാട് മാറ്റങ്ങൾ. ഇപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ 5 പൈസക്ക് ചായപ്പൊടിയും 5 പൈസക്ക് ശർക്കരയും പൊതിഞ്ഞ് വിറ്റ ഒരു കാലഘട്ടം അല്ലേ? ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു 5 പൈസക്ക് ശർക്കര, 5 പൈസക്ക് ചായപ്പൊടി പൊതിഞ്ഞു വെക്കും കടലാസിൽ. മീന് ഉപ്പിന്റെ കഥ പറഞ്ഞാൽ ഉപ്പും ചാക്ക് പുറത്ത് വെച്ചാൽ ലീക്കായിട്ട് പകുതി മുക്കാലും പോകും. ഉപ്പും മഞ്ച അങ്ങനല്ലേ പറച്ചിലേല്. ആ പെട്ടി ദ്രവിച്ചു കഴിഞ്ഞൊരു പെട്ടി നിരപ്പല രാവിലെ വന്നാൽ ഈ നിര ഒന്നാണ് കയറി കിട്ടണമെങ്കിൽ, അതും വർഷക്കാലം വന്നാൽ നിര ഒന്ന് യോജിച്ചു കിട്ടും. ചാക്ക് കിൻഡൽ ചാക്കിൽ സാധനം വരും പെരിന്തൽമണ്ണയിൽ നിന്നോ അല്ലെങ്കിൽ പാലക്കാട്ടിൽ നിന്നോ ലോറിയിൽ ഏതെങ്കിലും കൊണ്ടുവന്നിട്ട് അത് പൊതിഞ്ഞ് ഒരു കിൻഡലാണ് പഞ്ചസാര വരുന്നത്. ആ കിൻഡൽ പഞ്ചസാര വെള്ള ചക്കര വന്നിരുന്ന കിൻഡലുണ്ട് 60 ചാക്ക്. ആ ഓലയുടെ ഉള്ളിലൊക്കെ വന്നിട്ട് അതൊക്കെ ഒരു വർഷം കഴിയുമ്പോഴേക്കും ഉരുക്കി വലിച്ച് പകുതി ഉണ്ടാവില്ല. പിന്നെ എണ്ണന്റെ കഥ പറഞ്ഞാൽ ആ സാധനം നിങ്ങളൊന്നും കണ്ടിട്ടുണ്ടാവില്ല. അവിടുന്ന് തുടങ്ങി ഇന്ന് സൂപ്പർ മാർക്കറ്റുകളിൽ നമ്മൾ പോയിട്ട് നമുക്ക് വേണ്ട പാക്കറ്റുകൾ പൊറുക്കിയെടുത്താൽ വാങ്ങിക്കാൻ വരുന്നവനെ പൊറുക്കിയെടുത്ത് കൗണ്ടറിൽ പോയി കമ്പ്യൂട്ടർ ബില്ലിങ് കഴിഞ്ഞ് പ്രിന്റ് കൊടുത്ത് കാശ് കൊടുത്തെടുത്ത് വന്ന മാറ്റം. ആ മാറ്റത്തിൽ രണ്ടും കണ്ട തലമുറ, ഞങ്ങളെപ്പോലുള്ള ആളുകൾ രണ്ടും കണ്ടു. അവിടെ നിന്ന് വന്ന് ഇതും കണ്ടു. നിങ്ങൾക്ക് ഒരു ഭാഗം മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. അപ്പൊ ത്യാഗമായിരുന്നു അന്നത്തെ കച്ചവടം. അന്നത്തെ കച്ചവടം എന്ന് പറഞ്ഞാൽ, കാരണം ഒരാളെടുത്തും കാശില്ല. കുറ്റിപ്പിരിവെന്ന് പറഞ്ഞ് കൊല്ലത്തിൽ ഈ കട എഴുതി വെക്കല. ഒരാളുടെ എങ്ങാനും എഴുതാൻ വിട്ടാൽ മറന്നു, എഴുതാൻ വിട്ടുപോയ ആ കാശ് പിന്നെ കട കച്ചവടക്കാരൻ്റെ കയ്യിൽ മാത്രമേ എന്തെങ്കിലും ചില്ലി കിട്ടുകയുള്ളൂ. ആ കാലഘട്ടത്തിൽ കച്ചവടം ചെയ്ത് ഒരു 4 പതിറ്റാണ്ട് കച്ചവടം ചെയ്ത് 2 തലമുറകളെ ഈ സമൂഹത്തിന് സംഭാവന ചെയ്ത ആളുകളെ അല്ലാതെ പിന്നെ ആരെ നമ്മൾ ആദരിക്കുന്നു? അത് വലിയൊരു സംഭവമാണ്. താഴെക്കൂടി യൂണിറ്റ് തീരുമാനിച്ചു കഴിഞ്ഞത് അതിനാദ്യമായി അവരെ കണ്ടുപിടിക്കുക. ഈ സ്നേഹവീടിന് ഞങ്ങൾ അവിടുന്ന് ടാർഗറ്റ് ഇട്ടത് ചെറിയ യൂണിറ്റ് ആയതുകൊണ്ട് 25,000 രൂപയാണ്. അഷറഫ് തീരുമാനിച്ച് ഉറപ്പിച്ച ഡേറ്റാണെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ നിങ്ങളെ കാണാൻ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ വലിയ സന്തോഷത്തിൽ അഷറഫ് പ്രഖ്യാപിച്ചു 19,000 ആയിരുന്നു. വളരെ അങ്ങേയറ്റം അൽഹംദുലില്ലാ സന്തോഷം. 19-20ന്റെ അടുത്ത് ഇനി 5 രൂപയാണ് വേണ്ടത്. നമുക്കറിയാം റഹീമിന്റെ വധശിക്ഷ ഒഴിവാക്കാൻ 34 കോടിയാണ്. മുസ്ലിം ലീഗ് സമാഹരിച്ചത്ര 30-35 കോടി. ഒരു ആപ്പിന് 4 ദിവസം കൊണ്ട് ഇങ്ങനെ മീറ്റർ റീഡിങ് പോലെ. ആ ഇടയിലാണ് ഇതിലൊക്കെ നമ്മളൊക്കെ എല്ലാത്തിനും ഓരോ കണ്ണികളായിട്ടുണ്ട്. ഈ കഥ പറഞ്ഞ് 40, 50, 60 വർഷങ്ങൾക്ക് മുമ്പ് ഈ കച്ചവട മേഖലയിലേക്ക് വന്ന നമുക്ക് നമ്മുടെ ഇടയിലുള്ള നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് ഒരു വീട് വെച്ച് കൊടുക്കുമ്പോൾ അതിനൊരു കോൺട്രിബ്യൂഷൻ 25,000 രൂപ സമാഹരിച്ചെടുക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ കുറവാർക്കാം. ഈ താഴെക്കോട് യൂണിറ്റിന്റെ പ്രവർത്തക സമിതി അംഗങ്ങളായ നിങ്ങൾക്ക് അത് ഉണ്ടാവാൻ പാടില്ല. കാരണം നമ്മളിന്ന് ജീവിക്കുന്നത് വളരെ, ഞാൻ പറഞ്ഞല്ലോ, ഇന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ സഹകരണ, എന്ത് കാര്യത്തിനും നിസ്സാര സമയം കൊണ്ട് ലക്ഷ്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ഒരു പ്രശ്നമില്ല. എന്താണെന്നറിയില്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെറിയ ഒരു അത് ഞാനിവരുടെ അടുത്ത് പറഞ്ഞു, എല്ലാം കൂടെ കച്ചവടക്കാരൻ്റെ തലക്ക് വെച്ച് കൊടുക്കണ്ട. അല്ലാതെ നമ്മളെ ഒരു കച്ചവടക്കാരൻ്റെ വീട് തന്നെ ഉണ്ടാവും. ഇപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ കച്ചവടക്കാരനല്ലാത്ത എൻ്റെ സഹോദരന്മാർ അല്ലെങ്കിൽ എനിക്ക് ആത്മബന്ധമുള്ളവർ, അവരുടെ അടുത്തൊക്കെ ഈ ആശയം പറഞ്ഞാൽ ഒരു 25,000 രൂപ സംഘടിപ്പിക്കാൻ താഴെക്കോട് നിഷ്പ്രയാസം കഴിയും എന്ന വിശ്വാസം എനിക്കുള്ളത് കൊണ്ട് ഞങ്ങളത് കൂടി തീരുമാനിച്ച് നിങ്ങളുമായി ഈ ആശയം പങ്കുവെക്കാനും കൂടിയാണ്
ഇന്ന് വന്നത്. അൽഹംദുലില്ലാ, എന്തൊക്കെ പറഞ്ഞാലും ഈ മീറ്റിംഗ് കഴിഞ്ഞ് പോകുമ്പോഴേക്ക് അഷ്റഫിന്റെ കോള് വരും, 25,000 കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ് ഞങ്ങൾ. അതിനുള്ള തൗഫീഖ് ചെയ്യട്ടെ. ഇത് നേരത്തെ ഇവിടെ സ്ത്രീ ശാസ്ത്രീകരണത്തിന്റെ കാര്യം പറഞ്ഞു. ബഹുമാനിയായ